പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. ട്രെൻഡ് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. കുറച്ച് നാൾ മുന്നേ പിക്കപ്പ് ലൈൻസ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഈ ഒരു ട്രെൻഡ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മഹാനാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. എന്റെ മനസ്സ് പറയുന്നു. ഹലോ, വെൽക്കം ടു ദി ഷോ. ഹായ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല? അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. കുറച്ച് ഇൻട്രോയ്ക്ക് വേണ്ടി വെച്ചേ. വേറെന്തോ വലുത് വരാനിരുന്ന. എങ്ങനെയുണ്ട് ലൈഫൊക്കെ? ലൈഫ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയി പണ്ടത്തേനേക്കാളും. അതെന്താ, പണ്ട് സ്റ്റാൻഡേർഡ് അല്ലായിരുന്നു? അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ സാധാരണ പിള്ളേരെ പോലെ ആയിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ബുദ്ധിയൊക്കെ വെച്ചു. അങ്ങനെ ബുദ്ധി വെച്ചെന്ന് എങ്ങനെ മനസ്സിലാക്കിയേ? ബുദ്ധി ഇല്ലാത്തവരെ കാണുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. നമ്മുടെ വ്യത്യാസം. അങ്ങനെ ആരെങ്കിലും കണ്ടോന്ന് ഞാൻ ഇപ്പൊ ചോദിക്കും. അപ്പൊ നീ എന്നാന്ന് പറയാനല്ലേ? ചോദിക്കുന്നില്ല. സ്വാഭാവികം. കഴിഞ്ഞ ഇന്റർവ്യൂ ഭയങ്കര ഹിറ്റായിരുന്നു. അതിനുശേഷം ഇപ്പൊ ബമ്പർശ്ശേരി ഹിറ്റാണ്, തൊടുന്നത് എല്ലാം ഹിറ്റാണ്. കുറെ ആൾക്കാർ അറിയുന്നുണ്ടല്ലോ. ഞാൻ തന്നെ ഇന്ന് രാവിലെ തിരിച്ചറിഞ്ഞില്ലേ? കണ്ടപ്പോഴല്ലേ തിരിച്ചറിഞ്ഞു. എന്തൊരു ചളിയാടോ, ചളിവാരിയൊക്കെ തെറുപ്പിക്കുവോ, പൊത്തുവോ ചളിവാരി? ഭയങ്കര ചില്ലായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ ഭയങ്കര ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ AC അല്ലേ കൂളായിട്ടിരിക്കാൻ. അല്ല, ആക്റ്റീവ് ആവും. നമ്മളിങ്ങനെ മിണ്ടി വരുമ്പോ ഫ്ലോ കിട്ടുമല്ലോ. ഓക്കെ, എല്ലാം അങ്ങനെയല്ലേ തുടങ്ങുമ്പോ സ്ലോ ആയിരിക്കുമല്ലേ? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. വയസ്സ് ഇച്ചിരി കുറവായിരിക്കും. അതിപ്പോ ചർമ്മം കണ്ട പ്രായം തോന്നാതിരുന്ന പോരെ. ആധാർ കാർഡിൽ ചർമ്മമല്ലല്ലോ ഇത്. ഏജ് ഇസ് ജസ്റ്റ് നമ്പർ. നീ ഒന്ന് മനസ്സിലാച്ച നമുക്ക് സ്റ്റുഡിയോ ഒന്ന് മണിയറാക്കും. അത് വേണ്ട. ഞാൻ അത്രക്കാരൻ ഒരു പിക്കപ്പ് ലൈൻ പറയാം. അതോ തരും കൗ മിൽക്ക്, റബ്ബർ തരും റബ്ബർ. എന്ത് മിൽക്ക്? കൗ മിൽക്കല്ലേ തരാൻ പറ്റും. താടിയൊക്കെ പണ്ടല്ലേ ട്രെൻഡ്. താടിക്കാരന്മാരെ ഇഷ്ടമുള്ള പെമ്പിള്ളാരൊക്കെ. ഇപ്പൊ എല്ലാവരും കൊറിയക്കാരെയല്ലേ ഇഷ്ടം. ഇല്ല, എനിക്ക് കുറച്ച് ചുരുളമുടി, നയൻറ്റീസിന്റെ കാര്യമല്ല പറഞ്ഞേ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഫസ്റ്റ് പ്രൊഡക്റ്റ് ചെരുപ്പ്. ഇതെവിടെ നീട്ടി? കഴിഞ്ഞ ഇന്റർവ്യൂവിനാരല്ലോ പറഞ്ഞോ? അല്ല, എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. പറഞ്ഞോ. ഓക്കെ. കാലിലിടാൻ ചെരുപ്പ്, സാമ്പാർ വയ്ക്കാൻ പരിപ്പ്, പിന്നെ കാണുമ്പോ വയറ്റിലൊരു തരിപ്പ്. വയറ്റിൽ തന്നെ ആണോ? ഓക്കെ. കൂട്ടിലുള്ളത് പട്ടി, നീ ഇടുന്നത് പുട്ടി, നമുക്ക് വേണ്ട ഒരു കുട്ടി. ഓക്കെ. ഒന്നും നടക്കാൻ പോകും. സെലിബ്രിറ്റി ആയതിനു ശേഷമുള്ള ക്രിസ്മസ്. ഞാൻ മാറിയെന്ന് വെച്ചാൽ ക്രിസ്മസ് നടത്തില്ലല്ലോ. ഇതേ മുഖംമൂടി, ഇതേ കരോൾ. അതേ മുഖംമൂടി അല്ലല്ലോ, കഴിഞ്ഞ പ്രാവശ്യം വേറെ മുഖംമൂടി. കഴിഞ്ഞ പ്രാവശ്യം പുലികളിയുടെ മുഖംമൂടിയായിരുന്നു. എൻ്റെ ജീവിതത്തിന്റെ മുള്ളുകൾ നിറഞ്ഞ സ്ഥലത്ത് നിന്ന് കയറി അവസാനം ഈ പൂവ് പോലെ ഭംഗിയുള്ളതായിട്ട് എത്തുമ്പോൾ കൂടെ നീ ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ടേക്ക് ദിസ് റോസ് ആൻഡ് ടേക്ക് മീ ആസ് യുവർ സ്പൗസ്. കൊള്ളാല്ലേ? ടേക്ക് ദിസ് റോസ് ആൻഡ് ടേക്ക് മീ ആസ് യുവർ സ്പൗസ്. കൊള്ളാം, സൂപ്പർ. കൊള്ളാൻ റിപ്ലൈ വേണം. ഇംപ്രസ്ഡ്. റിപ്ലൈ ഞാൻ കൊടുക്കാറില്ല. പോസ് ചെയ്തിട്ട് ഇങ്ങനെ കൈയടിക്കുന്ന ഏത് തന്നെ ഉള്ള മൂർഖനെയാണല്ലോ ചവിട്ടിയത്. സ്റ്റോൺ പേപ്പർ സീസർ. ഓൾ ദി ബെസ്റ്റ്. സ്റ്റോൺ പേപ്പർ സീസർ. നീ പേടിയായത്. എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇത് ഏതാ സ്ഥലം? ലാസ്റ്റ് അങ്ങോട്ട് ഫോളോ ചെയ്ത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. അങ്ങനെ അറിയുന്നേ? ഞാൻ കാണിച്ചതാ. ഇൻസ്റ്റ എടുക്ക്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അതിപ്പോ എനിക്ക് എടുക്കാൻ അറിയാം, ഞാൻ കാണിച്ചതാ. നാറ്റുകരുത്. ആദിരാമു, ആർച്ച, അനു, അച്ചു 264, ഹരിത ചിപ്പി,
ഭാഗ്യലക്ഷ്മി, അതില്ല. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എന്നാലും എങ്ങനെ ഈ സ്പോട്ടിൽ ഈ സാധനം പറയുന്നത്? നമ്മൾ ഭംഗിയുള്ളവരടുത്തിരിക്കുമ്പോൾ വരുമല്ലോ. പാടണം. ആ ചേട്ടന് നല്ല ഭംഗിയുണ്ട്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായ